ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഫാഷൻ ഡിസൈനിങ്ങിന് വല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ നാട്ടിലുണ്ടോ? ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന പലരും കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്, അല്ലേ? അപ്പോൾ നമുക്ക് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ സ്കോപ്പും കാര്യങ്ങളും ഒക്കെ നോക്കിയാലോ? ഇറ്റ്സ് മീ ഫർഹാന ഷിഹാബ്. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. ഫസ്റ്റ് തന്നെ ഞാനൊരു കാര്യം പറയാം. ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ന് നല്ല സ്കോപ്പുള്ള ഒരു ഫീൽഡ് തന്നെയാണ്. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഫീൽഡിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ഇന്ത്യയിൽ പെർ ഇയർ ഏകദേശം 2300ഓളം ഓപ്പണിങ്സ് ആണ് ഫാഷൻ ഡിസൈനിങ് ഫീൽഡിലായിട്ട് ഉള്ളത്. അപ്പോൾ അത്രയും ഓപ്പണിങ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലായിരിക്കും ഈ ഒരു ഫീൽഡിൽ. അപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫീൽഡാണ് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലൊരു കല്യാണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫംഗ്ഷൻ ആയിക്കോട്ടെ, നമ്മൾ ഫസ്റ്റ് തന്നെ ഫോക്കസ് ചെയ്യുന്നത് നമ്മളെ ഡ്രസ്സ് ഒരു കസ്റ്റമൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അവിടെ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യുന്നത് ഒരു ഫാഷൻ ഡിസൈനറാണ്. അതിപ്പോൾ എന്തോ ആയിക്കോട്ടെ, നമ്മളൊരു കാഷ്വൽ വെയർ ആണെങ്കിലും ഒരു പാർട്ടി വെയർ ആണെങ്കിലും ഒക്കെ നമ്മളവിടെ ഡിസൈൻ ചെയ്യുന്നത് ഒരു ഫാഷൻ ഡിസൈനറാണ്. അപ്പോൾ ഫാഷൻ ഡിസൈനർക്ക് നമ്മുടെ നാട്ടിൽ സ്കോപ്പില്ല എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഇന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും ഒരു ഡിസൈനർ സ്റ്റുഡിയോയെങ്കിലും ഓപ്പൺ ആയി വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഫാഷൻ ഡിസൈനേഴ്സിനും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഫാഷൻ ഡിസൈനേഴ്സിന് സ്കോപ്പില്ല എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ പലരും പോകാൻ വേണ്ടിയിട്ട് തയ്യാറില്ല എന്നുള്ളത് മാത്രമാണ് ഒരു പ്രശ്നം. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ, അതുപോലെ തന്നെ നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും സക്സസ് ആവാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ഫാഷൻ ഡിസൈനിങ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ജോബ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആളുകൾക്ക് ഡ്രസ്സസൊക്കെ കസ്റ്റമൈസ് ചെയ്ത്, അതുപോലെ തന്നെ അതിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആക്സസറീസ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നമുക്ക് ഫാഷൻ ഡിസൈനർ ആവാം. അതും അല്ലെങ്കിൽ നമുക്കൊരു പാറ്റേൺ മേക്കർ ആവാം. പാറ്റേൺ മേക്കർ എന്ന് പറയുമ്പം നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഒരു വീടിൻ്റെ പ്ലാനൊക്കെ നമ്മൾ ഫസ്റ്റ് വരയ്ക്കുമല്ലോ. ഫസ്റ്റ് തന്നെ പോയി നമ്മൾ വീട് പണിയല്ലല്ലോ ചെയ്യുക, നമ്മൾ ഫസ്റ്റ് ഒരു റഫായിട്ടൊരു പ്ലാൻ വരക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു ഡ്രസ്സ് ചെയ്യുമ്പം അതിന് മുന്നേ ആയിട്ട് നമ്മളൊരു പേപ്പറിൽ കട്ട് ചെയ്ത് നോക്കും. അതിനെയാണ് നമ്മൾ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫാഷൻ ഡിസൈനർക്ക് ഒരു പാറ്റേൺ മേക്കറായിട്ട് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇല്ലുസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്യാം. ഇല്ലുസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയണ്ടാവുമെന്ന്, അറിയാത്തവർക്ക് ഞാൻ പറയാണ്. ഇല്ലുസ്ട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഒരു ഡ്രസ്സിൻ്റെ ഡിസൈൻ ഉണ്ടായിരിക്കും, പക്ഷെ അത് അവർക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത് അറിയില്ല. അപ്പോൾ നമുക്ക് അത് നമ്മുടെ പേപ്പറിൽ, ഒരു ക്യാൻവാസിൽ നമുക്കത് പകർത്തി കാണിച്ചു കൊടുക്കാം. അതായത് അവർ പറയുന്ന സ്ലീവ്സ് വരച്ച്, അവർ പറയുന്ന നെക്ക് വരച്ച്, അവർ പറയുന്ന ഡിസൈൻസ് കൊടുത്ത് നമുക്ക് അത് ഒരു ക്യാൻവാസിൽ പകർത്തിയെടുക്കാം. അതിനെയാണ് നമ്മൾ ഇല്ലുസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു മെർച്ചൻഡൈസറായിട്ട് വർക്ക് ചെയ്യാം. മെർച്ചൻഡൈസർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ബൊട്ടീക്കിൽ ഒരു കസ്റ്റമർ ഓർഡർ തന്നു. ആ ഒരു ഓർഡർ നമ്മൾ ഡിസൈൻ ചെയ്ത് ക്ലോത്ത് സെലക്ട് ചെയ്യുന്നത് തൊട്ടിട്ട് നമ്മൾ ആ ഒരു ഡ്രസ്സ് കസ്റ്റമറിൽ എത്തിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് നോക്കുന്നത് ഒരു മെർച്ചൻഡൈസറാണ്. അപ്പോൾ നമുക്കൊരു മെർച്ചൻഡൈസറായിട്ട് നമുക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റൈലിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം. സ്റ്റൈലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് അറിയുണ്ടാവും. പല ആക്ട്രസും അവരുടെ സ്റ്റൈലിസ്റ്റിനെയൊക്കെ യൂട്യൂബിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റൈലിസ്റ്റ് എന്ന് പറയുമ്പം നമുക്കൊരു ഒരു പേഴ്സണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഡ്രസ്സിക്ക് ഏത് ആക്സസറി യൂസ് ചെയ്യണം, ഏത് ബാഗ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ഫുഡ് വെയർ യൂസ് ചെയ്യണം എന്നൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ആളാണ് സ്റ്റൈലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റൈലിസ്റ്റായിട്ടും ഒരു ഫാഷൻ ഡിസൈനർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതും അല്ലെങ്കിൽ നമുക്കൊരു ഫിലിം ഫീൽഡിൽ കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ ഫിലിം ഫീൽഡിൽ എന്നൊക്കെ പറയുമ്പം അത്യാവശ്യം ഹൈ സാലറി തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയും മേഖലകളിൽ ഒരു ഫാഷൻ ഡിസൈനർക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാഷൻ ഡിസൈനേഴ്സിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ചാനലിൽ ഇപ്പം നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നത് ഓരോ എപ്പിസോഡ്സ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നിങ്ങൾക്കും ഫാഷൻ ഡിസൈനിങ് പഠിക്കണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ സജഷൻസും എൻ്റെ വീഡിയോസിൽ വന്നിട്ടുള്ള തെറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്കൊരു അടിപൊളി എപ്പിസോഡ്സുമായിട്ട് ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നതിൻ്റെ എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.